ആ ഓണാക്കൂ. ആ മതി. ഹായ് ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഉസ്മാൻപk. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് PVC പൈപ്പിൽ ഉണ്ടാക്കിയ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം. പിന്നെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ആദ്യമായി എടുത്തിട്ടുള്ളത് 8 ഇഞ്ചിയുടെ 1 ഇഞ്ച് വീതിയുള്ളൊരു പീസാണ്. 1 ഇഞ്ച് വീതിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ 1/4 ഇഞ്ച് വീതിയിൽ 2.5 ഇഞ്ചിയുടെ പൈപ്പ് ഒരു 3 പീസ് എടുക്കണം. അതുപോലെ 3 പീസ് എടുക്കണം. പിന്നെ 2 ഇഞ്ച് വീതിയുള്ള ഒരു 3 പീസ് വേണം. 1 ഇഞ്ച് വീതിയിൽ. പിന്നെ 1.25 ഇഞ്ചിയുടെ 8 ഇഞ്ച് വീതിയുള്ള 3 പീസ്. പിന്നെ 3 ബൾബ് ഹോൾഡർ. അപ്പോൾ ഇതുപോലെ 3 ബൾബും വേണം. പിന്നെ നമുക്ക് ഈ 8 ഇഞ്ചിയുടെ ഈ പീസിലേക്ക് നമുക്കൊരു സീലിംഗ് റോസ് ഉണ്ടാക്കാനുള്ള ഷീറ്റും വേണം. അതുപോലെ ഇതുപോലത്തെ PVC നീർത്തി ഷീറ്റ്. പിന്നെ 2 ഇഞ്ചിയുടെ ഷീറ്റിലേക്കും ഇതുപോലത്തെ 3 ഷീറ്റ് വേണം. ഓക്കെ, ഇത്രയും സാധനങ്ങളായാൽ നമുക്ക് ഹാങ്ങിങ് ലൈറ്റ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് റെഡിയായി. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം 1.25 ഇഞ്ച് പൈപ്പിയുടെ അത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതുവരേക്കുമാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ മാർക്ക് ചെയ്ത് റൗണ്ടാക്കി എന്തെങ്കിലും ചുറ്റി മാസ്കിൻ ടേപ്പ് എന്തെങ്കിലും ചുറ്റി വെക്കുക. അതുപോലെ മാസ്കിൻ ടേപ്പ് ചുറ്റുക. പിന്നെ 3 പീസിലും ഇതുപോലെ അളവിൽ 1.5 ഇഞ്ച് അളവിൽ 3 പീസിലും മാസ്കിൻ ടേപ്പ് ചുറ്റണം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. ഇതുപോലെ നീളത്തിൽ മാസ്ക് ടാപ്പ് ചുറ്റിയ അടയാളം വരെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. കറക്റ്റാക്കി കട്ട് ചെയ്യുക ലെവലിൽ. ഇതുപോലെ റൗണ്ടിൽ 1/4 ഇഞ്ച് അളവിൽ റൗണ്ടിലും കട്ട് ചെയ്യുക. അതുപോലെ എല്ലാം 3 പീസും അതുപോലെ കട്ട് ചെയ്യണം. ഓക്കെ, ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കി 2 പീസും കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അത് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. കട്ടിങ്ങിൻ്റെ പിഷറും കാര്യങ്ങളൊക്കെ കളയണം. നന്നായിട്ട് പേപ്പറിട്ട് നന്നായിട്ട് എല്ലാ പിഷറും കളയുക. എല്ലാം പെയിൻറ്റിങ്ങിലാകുമ്പോൾ പെയിൻറ്റിങ് വൃത്തി ഉണ്ടാവില്ല. ഓക്കെ, എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം വരുതി ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി മാസ്കിൻ ടേപ്പ് അയച്ചെടുക്കാം. ഇനി ഇത് വേണ്ടത് ഇതുപോലെ സൈഡിലേക്ക് കുറച്ച് പുറത്തേക്ക് ബെൻഡാക്കി കൊടുക്കുക. അതുപോലെ എല്ലാ ഭാഗവും ബെൻഡാക്കണം. ചെറുതായിട്ട് ബെൻഡാക്കിയാൽ മതി. ഇനി ഇതിൻ്റെ തുഞ്ച ഭാഗവും ബെൻഡാക്കണം. അത് എങ്ങനെ ഞാൻ കാണിച്ചു തരാം. കട്ടിംഗ് പ്ലെയർ കൊണ്ട് തുഞ്ചം മെല്ലെ ഉള്ളിലോട്ട് കുറച്ച് ബെൻഡാക്കി കൊടുക്കുക. അത് കറക്റ്റ് എന്തിനാണെന്ന് വെച്ചാൽ അത് നമ്മൾ 2.5 ഇഞ്ചിയുടെ PVC പൈപ്പിൽ കറക്റ്റ് കൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നടക്കുന്നത്. ഇനി അമർത്തി പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതിലേക്ക് പതുക്കെ ഫ്ലഷ് കേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലഷ് കേക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അധികമായി കഴിഞ്ഞാൽ നമ്മൾ വരുതി ഒരുപാട് ക്ലീൻ ആക്കാനുണ്ടാവും. അപ്പോൾ കുറച്ചിട്ട് ഇട്ട് കൊടുത്താൽ കുറച്ച് ക്ലീൻ ആക്കിയാൽ മതി. അപ്പോൾ അതുപോലെ എല്ലാ പീസും ഇതുപോലെ ചെയ്യുക. ഇനി അതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ 2 ഇഞ്ച് പീസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടി ചെറിയൊരു പീസ് അത് പാക്ക് ചെയ്ത് ഒട്ടിക്കണം. ഇനി അത് കട്ട് ചെയ്ത് ഫുൾ ഫിനിഷ് ചെയ്തെടുക്കുക. ഓക്കെ, കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് സൈഡ് മിൻസ് കൊടുത്തുക. അതിന് 80-ൻ്റെ പേപ്പർ ഉപയോഗിച്ചിട്ട് റഫായിട്ട് ആദ്യം ഒന്ന് വരുതികളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം 400-ൻ്റെ പേപ്പർ ഇട്ട് ഒന്ന് നല്ല ഉഷാറാക്കിയിട്ട് മിനുസപ്പെടുത്തിയെടുക്കുക.
ഓക്കെ, പേപ്പർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒട്ടിക്കാം. അതിന് കറക്റ്റാക്കി 2 ഇഞ്ചിയുടെ കറക്റ്റാക്കി സെൻറ്ററിൽ 1.25 ഇഞ്ച് കറക്റ്റായിട്ട് വെക്കണം. ഇനി നമുക്കത് ഗമ്മിട്ട് ഒട്ടിക്കാം. ഞാൻ ഫ്ലഷ് സ്റ്റിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ 3 പീസും ആവർത്തിച്ച് ചെയ്യാം. ഓക്കെ, ഞാൻ 3 പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് പേപ്പർ ഇട്ട് ഫുൾ ക്ലീൻ ചെയ്യണം. അവിടെയൊക്കെ പശ കുറച്ച് ഒലിച്ച് ഇറങ്ങിയതുകൊണ്ട് അതൊക്കെ ക്ലീൻ ആക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് പശ ഇട്ടാൽ മതിയെന്ന്. അത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഫുൾ ശരിയാക്കുക. അതിൻ്റെ അടിഭാഗം ഫുള്ള് പേപ്പർ ഇട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, പേപ്പർ ഇട്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് 8 ഇഞ്ചിൻ്റെ പീസ് എടുക്കുക. അത് നമുക്ക് സീലിംഗ് റോസാക്കി മാറ്റണം. സീലിംഗ് റോസാക്കാൻ വേണ്ടി ആദ്യം 4 ഇഞ്ചിൻ്റെ പീസ് കട്ട് ചെയ്ത് നിർത്തി എടുത്തൊരു ഷീറ്റാക്കണം. ഞാൻ 4 ഇഞ്ചിൻ്റെ ഇതിന് ബദൽ ഞാൻ അക്രലിക്കിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ അക്രലിക്കിൻ്റെ ഷീറ്റ്, അങ്ങനെ എന്തായാലും പ്ലാസ്റ്റിക് എന്ത് ഷീറ്റായാലും മതി. ഞാൻ അക്രലിക്കിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ വെച്ചിട്ട് കറക്റ്റാക്കിയിട്ട് ഒട്ടിച്ചെടുക്കണം. ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഗ്രൈൻഡ് ചെയ്ത് ലെവലാക്കി എടുക്കണം. ഗ്രൈനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പേപ്പർ ഇട്ട് ലെവലാക്കണം. അതിന് 80ൻ്റെ പേപ്പർ ഇട്ട് ആദ്യം റഫാക്കി വരുത്തുക. അത് കഴിഞ്ഞിട്ട് 400ൻ്റെ പേപ്പർ ഇട്ട് ഒന്ന് സ്മൂത്താക്കി നല്ല ക്ലിയർ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഇതിന് വയറി തൂക്കാൻ വേണ്ടി 3 ഹോൾസ് ഇടണം. അതിന് 1.5 ഇഞ്ചാണ് ഉള്ളിലേക്ക് വലിച്ചു വെക്കേണ്ടത്. ഡിവൈഡാക്കി ചെയ്യാം. ഒക്കിൽ നിന്ന് 1.5 ഇഞ്ചാണ് ഉള്ളിലേക്ക് വരേണ്ടത്. ഇനി നമുക്ക് ഹോൾസ് ഇടാം. അതുപോലെ 3 ഹോൾസ് ഇടുക കറക്റ്റാക്കിയിട്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലും ഒരു ഹോൾസ് ഇടുക. അതുപോലെ 3 പീസിൻ്റെ സെൻറ്ററിൽ ഹോൾസ് ഇടണം. ഇതിലാണ് നമുക്ക് വയറ് തൂക്കാനുള്ളത്. ശരിക്കൊന്ന് ക്ലീനാക്കി എടുക്കണം. നേരത്തെ പേപ്പർ ഇട്ടത് വല്ല ശരിയായിട്ടില്ല. അതുകൊണ്ട് പിന്നെ അതിൽ കുറച്ച് നാരുകൾ പിന്നെ വീണ്ടും ഉണ്ട്. അത് ശരിക്കൊന്ന് ക്ലിയർ ആക്കുക. ഇനി നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് പോവാം. സ്പ്രേ പെയിൻ്റ് ആദ്യം ഉള്ളിലടിക്കുക. ഉള്ളിലടിച്ചതിന് ശേഷം വെളിയിലടിച്ചാൽ മതി. ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് മാറ്റ് ഫിനിഷിങ് ബ്ലാക്ക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ ഉണങ്ങാൻ വെക്കാം. അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതിന് ബൾബ് വാട്ടർ ഫിറ്റ് ചെയ്യാം. ആദ്യം 3 ബൾബ് വാട്ടർ എടുക്കുക. പിന്നെ 3 2 കോർ വയർ 3 പീസ് എടുക്കുക. പല അളവിലുള്ള 3 അളവിലുള്ള പീസ് എടുക്കുക. എന്നിട്ട് ബൾബ് വാട്ടർ ഫിറ്റ് ആക്കിയിട്ട് അതിലേക്ക് തൂക്കാം. ബൾബ് വാട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിതിൽ സീലിംഗ് റോസിലേക്ക് കോർക്കാം.
അതുപോലെ 3 ഭാഗത്ത് 3 ഹോൾസുള്ള 3 ഭാഗത്തായിട്ട് കൊടുക്കുക. എന്നിട്ട് വയർ 3 വയറും കൂടി കൂട്ടി ജോയിൻ്റ് ഇട്ടിരിക്കുക. അതിലാണ് കറണ്ട് കൂടി ഡയറക്റ്റ് കൊടുക്കുക. അതുപോലെ ഉണ്ടാവും സംഗതി. സംഭവം സൂപ്പറായിട്ട് തോന്നുന്നു. ഇനി നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. ഓണാക്കൂ.